ഓണക്കാലത്ത് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടി സർക്കാർ. ഓണച്ചന്തകൾ ഇന്ന് തുടങ്ങാനിരിക്കെ അരി, തുവരപ്പരിപ്പ്, പഞ്ചസാര എന്നിവയ്ക്ക് സപ്ലൈകോ വില വർദ്ധിപ്പിച്ചു. എന്നാൽ പൊതുവിപണിയേക്കാൾ വിലക്കുറവല്ലേ സ്റ്റോറുകളിലെന്നായിരുന്നു ഭക്ഷ്യമന്ത്രിയുടെ വിശദീകരണം. ആളുകൾക്ക് ദിനംപ്രതി ആവശ്യമുള്ള ഭക്ഷ്യസാധനങ്ങളിൽ പെടുന്നവയാണ് അരിയും പഞ്ചസാരയുമെല്ലാം. ഓരോ സാധനങ്ങളുടെ വില കൂടുമ്പോഴും വിപണിയിൽ വിലക്കയറ്റം രൂക്ഷമാകുമ്പോഴും സാധാരണക്കാർ ആശ്രയിക്കുന്നത് സപ്ലൈകോയും ത്രിവേണിയെയും ഒക്കെയാണ്. ഓണക്കാലത്ത് വില വർധനയുണ്ടാകും, അതുകൊണ്ട് സപ്ലൈകോയ്ക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്ന് സപ്ലൈകോ സർക്കാരിനെ അറിയിക്കുകയും അതേ തുടർന്ന് 225 കോടി രൂപ അനുവദിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും പഞ്ചസാര, അരി, തുവരപ്പരിപ്പ് തുടങ്ങിയ സാധനങ്ങളുടെ വില കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് സപ്ലൈകോയിൽ. ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യമന്ത്രി നൽകിയ വിശദീകരണമാകട്ടെ ഏറെ രസകരവും. പൊതുവിപണിയിൽ 46 രൂപയുള്ളപ്പോൾ ഇവിടെ പഞ്ചസാരയ്ക്ക് 33 രൂപ കൂടുന്നതിൽ 33 രൂപയാകുന്നതിൽ എന്താണ് പ്രത്യേകത? അത്രയും വ്യത്യാസം വരുന്നില്ലേ? പക്ഷെ സാധാരണക്കാരൻ എപ്പോഴും സപ്ലൈകോ ആശ്രയിക്കുന്നത് എന്തിനാണ്? വില കുറവ് അല്ലെങ്കിൽ തങ്ങളുടെ ബജറ്റിനെ ഈ സാധനങ്ങളുടെ വിലക്കയറ്റം ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഓണക്കാലത്ത് സാധാരണക്കാരന് ഇരുട്ടടി നൽകുന്ന നീക്കമാണ് സപ്ലൈകോയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ അറിയാം. ഞാനിപ്പോൾ 2-3 മാസമായി സപ്ലൈകോയിൽ കയറി ഇറങ്ങി നടക്കണം. ഒരു സാധനം കിട്ടാറില്ല. ഇപ്പോൾ പഞ്ചസാര മാത്രമേ ഉള്ളൂ, ഉഴുന്നുണ്ട്, മുളകുണ്ട്. ഇതുകൊണ്ട് കാര്യമായിട്ടില്ലല്ലോ. ഓണത്തിന് അത് മാത്രം മതിയോ? പോരാ. ഇനിയും ഒരുപാട് സാധനങ്ങൾ സപ്ലൈകോ തരാമെന്ന് മന്ത്രി അനിൽ തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒന്നും നടപ്പാകുന്നില്ല. പിന്നെ ഓണക്കിറ്റ് ത്രിവേണിയിൽ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. അതും ആയിട്ടില്ല. അത് അപ്പോൾ ഉടനെ ഓണത്തിന് മുമ്പ് കിട്ടിയാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓണവിപണിയിലാവുമ്പോഴത്തേക്ക് സബ്സിഡി സാധനങ്ങളുടെ ഒക്കെ വില ഉയരുകയാണ്. ഉയരുകയെന്ന് പറഞ്ഞാൽ 3 സാധനത്തിന് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കും? പൊതുജനങ്ങളെ ശരിക്കും ബാധിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയിരുന്ന ഉഴുന്നുപരിപ്പൊക്കെ 77 രൂപയ്ക്ക് കിട്ടിയിരുന്നത് ഇപ്പോൾ 100 രൂപയാണ് വില. അപ്പോൾ അതിൻ്റെ തന്നെ അത് സബ്സിഡിയിലാണ് കിട്ടുന്നത്. അപ്പോൾ പഞ്ചസാര നമുക്ക് 27 രൂപയ്ക്ക് കിട്ടിയിരുന്ന പഞ്ചസാര ഇന്നിപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ വിലയായി. പുറത്ത് 48 രൂപയുണ്ട്. പക്ഷെ അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഇവിടെ വരുന്നത്. അപ്പം അതിൻ്റെ ആ ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. ഞാൻ എല്ലാ പ്രാവശ്യവും സപ്ലൈകോ നിന്നാണ് സാധനം വാങ്ങാറ്. ഓരോ പ്രാവശ്യം വാങ്ങുമ്പോഴും സാധനങ്ങളില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇന്നിപ്പോൾ അരിയില്ല, അരി വന്നിട്ടില്ല. ഓണമായി തുടങ്ങി. ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടെന്ന് നമുക്കറിയില്ല. പിന്നെ സപ്ലൈകോൻ്റെ മാർക്കറ്റ് അവിടെ തുടങ്ങുന്നുണ്ട്. അവിടെ പോയാൽ ക്യൂ നിന്നാൽ കിട്ടാൻ അത്രയും പ്രയാസം. വിചാരിച്ച സാധനങ്ങളൊന്നും വരില്ല. നമുക്ക് ആവശ്യമുള്ള അരി, തോരപ്പരിപ്പില്ല, കടല, ചെറുപയർ ഇതൊന്നും വന്നിട്ടില്ല. ഞാൻ എപ്പോഴും ഇവിടുന്ന് ഇത് ആശ്രയിച്ച് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം. പിന്നെ വില കയറ്റുമ്പോൾ ഇവരെന്താ ചെയ്യുക? ഗവൺമെൻറ് ചെയ്യുന്നതിന് ഇവർക്ക് അത് ആ വിലക്കല്ലേ ഇവർക്കും കൊടുക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ നമ്മളത് വാങ്ങുന്നു. നിവൃത്തിയില്ല. നിവൃത്തിയുള്ളതുകൊണ്ട് മെയിനായിട്ട് പരിപ്പ്, ചെറുപയർ, കടല, ഉഴുന്ന്, എണ്ണ ഇതെല്ലാം ഈ സാധനങ്ങളെല്ലാം ആവശ്യം. മുളക് എല്ലാം ഭയങ്കര വിലയുമാണ്. നമ്മൾ വരുമ്പോൾ നമുക്കത് എത്രയും കുറച്ച് ഇപ്പോൾ കിട്ടിയാൽ അത്രയും നല്ല. ഇനി ഓണത്തിന് 9 ദിവസമേ ഉള്ളൂ. അപ്പോൾ സാധനങ്ങൾ സ്റ്റോക്ക് എത്രയും വേഗം കിട്ടിയാൽ നല്ലത്. ഇവിടെ വില കൂടുമ്പോൾ അതിനനുസരിച്ച് അവർ വീണ്ടും മാർക്കറ്റിലും അതുപോലെ തന്നെ കയറ്റുന്നതായിട്ടാണ് കാണുന്നത്. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതാണ്. ഒരു കാരണവശാലും കൂട്ടുന്നതിൻ്റെ ആനുപാതികമായിട്ട് അവർ കുറക്കൂല, കൂട്ടൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്. ഇവിടെ കൂടുന്നതിനനുസരിച്ച് എങ്ങനെയായാലും മാർക്കറ്റ് വില കൂടും. ഈ കടലയ്ക്കും അതുപോലെ തന്നെ ഇവിടെ കൂട്ടിയപ്പോഴാണ് അവിടെയും കൂടിയതായിട്ടാണ് ഞാൻ കണ്ടത്. ഇവിടെ അവർ ശരി മാർക്കറ്റിൽ വില കൂടും. മാർക്കറ്റിൽ ഇപ്പോൾ 100 രൂപയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ സബ്സിഡി റേറ്റ് ഒരു 80 രൂപ ഉണ്ടായിരുന്നു എന്ന് കരുത്. ഇവിടെ അത് 10 രൂപ അതിനനുസരിച്ച് കൂട്ടിയെങ്കിൽ 90 രൂപ ആക്കിയെങ്കിൽ ഉടൻ തന്നെ ആ 100 രൂപ എന്നുള്ളത് അവരപ്പം തന്നെ അത് 130 ആക്കും. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഓണക്കാലത്ത് ഇത് സാധാരണക്കാരനെ ഭയങ്കരമായി ബാധിക്കത്തില്ല. പിന്നെ തീർച്ചയായിട്ടും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വയറ്റത്തടിക്കുന്ന പരിപാടിയാണ്. ഏതായാലും ഈ നമുക്ക് സപ്ലൈകോ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു പതിയായിട്ട് കാണാൻ പാടില്ല. സാധാരണ ഓണക്കാലം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓണം ഫെസ്റ്റിവൽ, ഓണം 21 ഓണമൊക്കെ സാധാരണ ഉണ്ടാകാറുണ്ട്. മറൈൻ ഡ്രൈവിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റേഡിയത്തിലൊക്കെ. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇതൊന്നും ഇല്ല. അതിനായിട്ട് സാധാരണക്കാർക്ക് ഒന്നും രക്ഷയില്ലാത്തൊരു കണ്ടീഷനാണ്. ഇപ്പോൾ തന്നെ നമ്മൾ സബ്സിഡിയൊക്കെ നേരത്തെ പയറൊക്കെ ഇതൊക്കെ ഉഴുന്നൊക്കെ 1 കിലോ കിട്ടുമായിരുന്നു. അപ്പോൾ അതുമില്ല. 1/2 കിലോ ഉണ്ടെന്ന് പറയണം. ഓരോ കിട്ടുമെന്നറിയില്ല. വെളിച്ചെണ്ണ എന്തുകൊണ്ടൊന്നും അറിയില്ല. അത്രേ ഉള്ളൂ. ഒന്നും പറയാനില്ല. കുറേ വർഷങ്ങളായിട്ടൊന്നും തന്നെ ഇല്ല, കിട്ടാനില്ല. വല്ലപ്പോഴും വരും, അങ്ങോട്ട് പോകും. വർഷങ്ങളായിട്ട് പഞ്ചസാര ഒരു സാധനം ഇല്ല ഇവിടെ.
ഒന്നും കിട്ടാറില്ല. ഇങ്ങനെ കിട്ടുമ്പോൾ ഓണം ആഘോഷിക്കാം. ഓണം കഴിയുമ്പോൾ ഇനി ഇതൊക്കെ തന്നെ ആയിരിക്കുന്നു. ഇത് ചെയ്തൊരു ആശ്വാസം മനസ്സിന്, തൽക്കാല ആശ്വാസം. സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനാണ് സർക്കാർ ഇത്തരത്തിലുള്ള പാലൽ സംവിധാനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. വിപണിയിൽ വില കൂടുമ്പോൾ അത് സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്ന തരത്തിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനത്തെയുള്ള ഉദ്യമങ്ങൾ കൂടി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇവിടെ സബ്സിഡി ഇനത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സാധനങ്ങളിൽ പലതും ഇവിടെ കിട്ടാനുള്ളതും ഈ കടയിൽ കിട്ടാനുള്ളത് 3 സാധനങ്ങൾ മാത്രമാണ്. ആ ഒരു സാഹചര്യമാണ് മിക്കവാറും എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും ഉള്ളത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഓണക്കാലത്ത് വില ഏറ്റുമ്പോൾ സാധാരണക്കാരന് ഓണം കൂടുതൽ ദുരിതപൂർണമാകും എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആത്മരവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.